CPM പ്ലീനം ഇന്ന് അവസാനിക്കും. സംഘടനയെ ശക്തിപ്പെടുത്താനും മുഖം മിനുക്കുന്നതിനുമായുള്ള CPIM പ്ലീനം കൊൽക്കത്തയിൽ ഇന്ന് സമാപിക്കും. പൊതുചർച്ചയ്ക്കുള്ള മറുപടിക്ക് ശേഷം സംഘടനാ റിപ്പോർട്ടും പ്രമേയവും പ്ലീനം അംഗീകരിക്കും. പ്രമേയത്തിലും റിപ്പോർട്ടിലും മേലുള്ള ഭേദഗതികളിൽ ചിലത് അംഗീകരിച്ചേക്കും. 3 ദിവസം നീണ്ട ചർച്ചകളിൽ നേതൃത്വത്തിനെതിരെ ഉയർന്ന നിശിത വിമർശനത്തിന് പ്രകാശ് കാരാട്ടും സീതാറാം യെച്ചൂരിയുമാണ് മറുപടി നൽകുക. പാർട്ടിയുടെ പല നയങ്ങളും പറച്ചിൽ മാത്രമാണെന്നും നേതൃത്വം പലപ്പോഴും നിഷ്ക്രിയമായെന്നുമാണ് വിമർശനത്തിന്റെ കാതൽ. പ്രവർത്തന റിപ്പോർട്ടിൽ 65ഉം പ്രമേയത്തിൽ 62ഉം ഭേദഗതികളാണ് പ്രതിനിധികൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. യുവാക്കൾക്ക് നിശ്ചിത ശതമാനം പ്രാതിനിധ്യം കമ്മിറ്റികളിൽ ഉറപ്പാക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുണ്ട്. ഭേദഗതികളിൽ ഏതൊക്കെ അംഗീകരിക്കണമെന്ന് ഇന്നലെ വൈകുന്നേരം ചേർന്ന പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചു. സ്ത്രീകളുടെ അംഗത്വം 3 വർഷത്തിനകം 25% റിപ്പോർട്ടിൽ സംസ്ഥാന ഘടകങ്ങൾക്ക് നിർദ്ദേശമുണ്ടാക്കും. പാർട്ടി മുഴുവൻ സമയ അംഗങ്ങൾക്ക് റിട്ടയർമെന്റ് പോളിസി കൊണ്ടുവരും. താൻ ജനറൽ സെക്രട്ടറിയായിരുന്ന കാലയളവിലെ പ്രവർത്തനങ്ങൾ വൻതോതിൽ വിമർശന വിധേയമായതിനാൽ പ്രകാശ് കാരാട്ട് എന്ത് മറുപടി നൽകുമെന്നത് ശ്രദ്ധേയമാകും. വിവിധ മേഖലകളിൽ പാർട്ടി സ്വീകരിക്കേണ്ട നടപടികൾ വിശദമാക്കിക്കൊണ്ടാണ് പ്രമേയവും റിപ്പോർട്ടും പ്ലീനം അംഗീകരിക്കുക. ബംഗാളിൽ കോൺഗ്രസുമായി ധാരണയിലേർപ്പെടുന്നതിനെ കേരള ഘടകം ശക്തമായി എതിർത്തെങ്കിലും ഇതേപ്പറ്റി കൃത്യമായ മറുപടി പ്ലീനത്തിൽ ഉണ്ടായേക്കില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷം ചേർന്ന CPM പ്ലീനത്തിൽ മുഖം മിനുക്കാനുള്ള എന്തൊക്കെ നടപടികളുണ്ടെന്ന് ഇന്നറിയാം. അവ നടപ്പാക്കാൻ സമയബന്ധിതമായ നിർദ്ദേശങ്ങളുണ്ടോ എന്നും കാത്തിരുന്നു കാണാം. കൊൽക്കത്തയിൽ നിന്നും ക്യാമറമാൻ മണിയ സഡൂറിനൊപ്പം M. ഉണ്ണികൃഷ്ണൻ, റിപ്പോർട്ടർ.